അമ്മ കറണ്ട് പോയി. പ്രശ്നേഷ് കാണണ്ട, അവൻ വന്ന് മൊത്തം വൃത്തിയാക്കി തന്നിട്ടു. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അല്ലേ, വെൽക്കം വരാം ഗൈസ്. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ മോട്ടർ ഓൺ ആക്കിയപ്പോഴത്തേക്കിനും ടാങ്ക് നിറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ടാങ്ക് വരുന്നത് സീലിങ്ങിൻ്റെ മേലെയാണ്. അതുകൊണ്ട് തന്നെ ടാങ്ക് നിറഞ്ഞ് പോകാതിരിക്കാനായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് സ്വിച്ചാണ് വെച്ചിരിക്കുന്നത്. അതിനെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ പോവാം. നിങ്ങളും വാ ഗൈസ്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ടാങ്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി നോക്കാം എന്താണ് പ്രശ്നം എന്നുള്ളത്. എനിക്കറിയാമല്ലോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് നോക്കാം ഏതായാലും. ബാ, ഇഷയെ വീഴാതിരുന്നാ മതിയായിരുന്നല്ലേ. അയ്യാ, അവിടെ കറണ്ട് ഇല്ലല്ലേ, ലൈറ്റ് ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എൻ്റെ അമ്മോ പൊളി. അമ്മ ക്യാമറ തന്നെ ഞാൻ കാണിച്ചത്. എൻ്റെ മേളിൽ എങ്ങനെയാണ്, എൻ്റെ മേളിൽ പ്രാവൊക്കെ കാണും കേട്ടാ. ഹായ്, സൂപ്പർ. ഇങ്ങനെയാണ് ഇതിൻ്റെ മേലെ ഇരിക്കുന്നത്. ഫ്ലാഷ് ഓൺ ആക്കിയാലോ? അങ്ങനെയാണ്. ഫ്ലാഷ് ഓൺ ആക്കാൻ പറ്റുമോ? ഫ്ലാഷ് ഓൺ ആക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഫ്ലാഷ് ഓൺ ആക്കി ഇല്ല ഗൈസ്. അയ്യോ, ഇരുട്ട്. എൻ്റെ അകത്ത് ഫ്ലാഷ് ഓൺ ആക്കാൻ പറ്റുന്നില്ല. ഫ്രണ്ട് ഫ്ലാഷ് ഉണ്ടാകും, നോക്കട്ടെ. ഓ പുള്ളി, എന്നെ കാണാല്ലേ ഗൈസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ മേലെ വരുന്നത്. ബാക്കി നമുക്ക് നോക്കാം. അയ്യോ, അടിപൊളി ഗൈസ്. അപ്പം ഞാൻ ഇതിൻ്റെ മേലെ ഇരിക്കുവാണ്. ഇതെങ്ങനെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ബാക്ക് ക്യാമറയാണ്. അയ്യോ, ഇങ്ങനെയാണ് ഇതിൻ്റെ മേൽക്കൂര വരുന്നത്. എൻ്റെ അമ്മോ, വീടല്ലേ. പ്രാവിൻ്റെ ഇതെന്തൊക്കെയാ ഉള്ള ഈശ്വരാണ്. ഇവിടെ അമ്പോ, ഈ പ്രാവും കൂട് കൂട്ടി വെച്ചിട്ടുണ്ട്. പ്രാവ് രാത്രി അന്നേരത്തേക്കിന് സൗണ്ടൊക്കെ കേൾക്കും. കാണാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ. ഇതത് പ്രാവും കൂടാണ് ഗൈസ്. അപ്പോൾ കറണ്ട് പോയത് കൊണ്ടിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ലൈറ്റും കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു കയറിയത്. അപ്പോൾ ഈ നമ്മുടെ ഫ്ലാഷിലാണ് ഇതാകുന്നത്. എനിക്ക് കാണാൻ പറ്റുന്നില്ല. ലൈറ്റ് ഇല്ലാണ്ട് പരിപാടി നടക്കത്തില്ല. അപ്പോൾ നമ്മുടെ പരിപാടി ഇപ്പോൾ ഫ്ലോപ്പായി പോയി. എന്ത് ചെയ്യാൻ. അമ്മ കറണ്ട് പോയി ഗൈസ്. നീ തന്നെ ഓഫായാ ഗൈസ്. കറണ്ട് വന്നിരിക്കുകയാണ് ഗൈസ്. എന്തായാലും നമുക്ക് ടാങ്ക് ആക്കി ബാക്കി സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ബാ, തുപ്പമ്മ എന്നെ ഭയം. സീലിംഗ് പോയതാടാൻ പറഞ്ഞില്ല. സീലിംഗ് ഒന്നും പറ്റിയിട്ടില്ല ഉപ്പമ്മ. ഇറങ്ങാം. മതിയില്ല, ഞാനത് ശരിയാക്കിട്ട് ഇറങ്ങാം. കുഴപ്പമൊന്നുമില്ല. സീലിംഗ് ഇതാണ്. ഇവിടെയാണ് സീലിംഗ്. നമ്മുടെ ഇവിടെയാണ് ഞാനിപ്പോൾ ചവിട്ടിയത്. അപ്പോഴാണ് ആ ഒരു സൗണ്ട് കേട്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. സീലിംഗ് ആയതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ടാങ്കിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചെയ്യണമല്ലോ. അതുകൊണ്ടിട്ട് ഇങ്ങനൊരു സംഭവം വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഉപകാരമായി. അപ്പം നമുക്ക് നോക്കാം. ഹായ്, ഉപ്പമ്മയും കയറുക. ഇവിടെ ഒരാൾക്കും കൂടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. വാ അമ്മ. അപ്പോൾ ഞാനൊന്ന് തുറന്നു പൊന്നു. കുറച്ച് പരിതാപകരമാണ് ടാങ്കെന്ന്. പ്രശ്നേഷ് കാണണ്ട, അവൻ വന്ന് മൊത്തം വൃത്തിയാക്കി തന്നിട്ടു ഗൈസ്. ഇതാണ് അതിൻ്റെ സ്വിച്ച്. ഇതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം അറിയാവുന്നവരെ കാണും, എങ്കിലും അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ പറയുന്ന സംഭവം. ഈ ഒരു കെട്ടിലാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് എനിക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, ഇവിടെ പണിക്ക് വന്ന ചേട്ടനോട് ഞാൻ ആദ്യമേ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. അങ്ങനെയാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ഗൈസ്, ഇത് എന്താ സംഭവം, എങ്ങനെയാണ് സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് അപ്പ്, ഇത് ഡൗണ്. ഇതാണ് ആ സ്വിച്ചിൻ്റെ ആ ഒരു ഓഫ് ഓൺ ആകുന്ന സംഭവം. ഇതിപ്പം ഇത് അപ്പ്, ഇത് ഡൗണും അല്ലേ. ഇത് കണ്ടോണേ, ഇതൊക്കെ കാണിച്ചു തരാം. ഫ്ലാഷ് ഓൺ ആക്കട്ടെ. കണ്ട നിന്നത് കണ്ട. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കെട്ടി വെച്ചിരുന്നത് കുറച്ച് തെറ്റായി കിടന്നുകൊണ്ടിട്ടാണ് നമുക്ക് രാവിലെ ടാങ്ക് നിറഞ്ഞു പോയത്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ ഗൈസ്, സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അപ്പ് സൈഡ് വരാൻ നേരത്തേക്കിനും ഓഫ് ആവുകയും ഡൗൺ സൈഡ് വരാൻ നേരത്തേക്കിനും ഓൺ ആവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ടാങ്ക് ഓവർഫ്ലോ ആയതുകൊണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഈ കെട്ടൊന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം കണ്ട ഇത്ര ഉണ്ടായിരുന്നുള്ള സംഭവം. ഇപ്പം തന്നെ അത് ഓഫായി. ഇനി എന്തായാലും അങ്ങനെ ഓവർഫ്ലോ ആകത്തില്ലെന്ന് വിശ്വസിക്കാമല്ലേ. കല്ലിപ്പായിട്ട് നിൽക്കുന്ന പുപ്പനെ കണ്ടിട്ടുണ്ടോ? പുപ്പ നോക്കിക്കേ.
അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ സംഭവം വളരെ ഈസി ആയിരുന്നു. അയ്യോ, അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ പരിപാടി. സംഭവം നിസ്സാരമായിരുന്നു. ഇനിയും ടാങ്ക് ഓവർഫ്ലോ ചെയ്താൽ എന്ത് ചെയ്യാമെന്നൊക്കെ പണിയറിയാമെന്ന് ആരെങ്കിലും വിളിക്കാം. അല്ല, നമുക്ക് ഇതിനു മുന്നേ ഇങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്കിനും ഒരു ചേട്ടൻ വന്ന് ചെയ്തായിരുന്നു. അപ്പോൾ ആ ചേട്ടനെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതിയെന്നു. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയപ്പോൾ എന്തായാലും ടാങ്ക് നിറഞ്ഞ് പോകത്തില്ലെന്ന് വിശ്വസിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.